നക്ഷത്രങ്ങൾ വലിയ തിളങ്ങുന്ന വാതകഗോളങ്ങളാണ്, പ്രധാനമായും ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി പ്രകാശവും താപവും ഉത്പാദിപ്പിക്കുന്നു. അവ സ്ഥിരമല്ല. അവ ജനിക്കുന്നു, ജീവിക്കുന്നു, ഒടുവിൽ മരിക്കുന്നു. ഒരു നക്ഷത്രം പിന്തുടരുന്ന പാത പ്രധാനമായും അതിന്റെ ഭാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു നക്ഷത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ഘട്ടം 1. നെബുല. ഓരോ നക്ഷത്രവും അതിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു നെബുലയിലാണ്. വാതകത്തിന്റെയും പൊടിയുടെയും ഒരു വലിയ മേഘമാണ് നെബുല. ഗുരുത്വാകർഷണം മേഘത്തിന്റെ ഭാഗങ്ങളെ ഒരുമിച്ച് വലിക്കുന്നു, പ്രത്യേകിച്ച് സൂപ്പർനോവ പോലുള്ള സംഭവങ്ങൾക്ക് ശേഷം. ഈ തകർച്ച പ്രദേശങ്ങൾ ചൂടാകുകയും ഒരു സാന്ദ്രമായ കാമ്പ് രൂപപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഘട്ടം 2. പ്രോട്ടോസ്റ്റാർ. ഒരു ചൂടുള്ള, സാന്ദ്രമായ ഗോളമാണ്, പക്ഷേ ന്യൂക്ലിയർ ഫ്യൂഷൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഗുരുത്വാകർഷണം മൂലമുള്ള ചൂടിൽ നിന്ന് ഇത് തിളങ്ങുന്നു, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കും. കാമ്പ് ആവശ്യത്തിന് ചൂടാകുമ്പോൾ, ഏകദേശം 10 ദശലക്ഷം കെൽവിൻ ആകുമ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ആരംഭിക്കുന്നു. ഘട്ടം 3. മെയിൻ സീക്വൻസ് സ്റ്റാർ. ഈ ഘട്ടത്തിൽ അത് അതിന്റെ കാമ്പിൽ ഹൈഡ്രജനെ ഹീലിയത്തിലേക്ക് സംയോജിപ്പിക്കുന്നു. ഇത് ഗുരുത്വാകർഷണത്തെ സന്തുലിതമാക്കുന്ന ഊർജം ഉത്പാദിപ്പിക്കുന്നു. ഈ ഘട്ടമാണ് ഏറ്റവും ദൈർഘ്യമേറിയതും സ്ഥിരതയുള്ളതുമായ ഘട്ടം. നമ്മുടെ സൂര്യൻ നിലവിൽ ഈ ഘട്ടത്തിലാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിൽക്കും ഈ ഘട്ടം. ഘട്ടം 4. റെഡ് ജയന്റ്. ഈ സ്റ്റേജിൽ കാമ്പിലെ ഹൈഡ്രജൻ തീർന്നു പോകുമ്പോൾ സംയോജനം മന്ദഗതിയിലാകുന്നു. അതുകൊണ്ട് കാമ്പ് ചുരുങ്ങുന്നു, തുടർന്ന് പുറം പാളികൾ വികസിക്കുന്നു. ശേഷം ഒരു ചുവന്ന ഭീമനോ ചുവന്ന സൂപ്പർ ജയന്റോ ആയി മാറുന്നു. കാർബൺ, ഓക്സിജൻ പോലുള്ള ഭാരമേറിയ മൂലകങ്ങളാൽ കാമ്പ് നിറയുന്നു. അവസാന ഘട്ടം, നക്ഷത്രത്തിന്റെ ലാസ്റ്റ് സ്റ്റേജ് അതിന്റെ ഭാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് 2 തരത്തിലുണ്ട്. ഒന്ന് ചെറുത് അല്ലെങ്കിൽ ഇടത്തരം ഭാരമുള്ള നക്ഷത്രങ്ങൾ, രണ്ടാമത്തേത് ഹൈ മാസ് സ്റ്റാർസ്. താഴ്ന്ന അല്ലെങ്കിൽ ഇടത്തരം പിണ്ഡമുള്ള നക്ഷത്രങ്ങളിൽ നമ്മുടെ സൂര്യനെപ്പോലെയുള്ള നക്ഷത്രങ്ങളിൽ ബാഹ്യപാളികൾ ഒരു നെബുല പോലെ ഒഴുകിപ്പോകുന്നു. കാമ്പ് ഒരു വൈറ്റ് ദ്വാർഫായി മാറുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ അത് തണുത്ത് ഒരു ബ്ലാക്ക് ദ്വാർഫായി മാറിയേക്കാം. പ്രപഞ്ചത്തിന് വേണ്ടത്ര പഴക്കമില്ലാത്തതിനാൽ ബ്ലാക്ക് ദ്വാർഫ് ഇതുവരെ നിലവിലില്ല. രണ്ടാമത്തെ ഉയർന്ന പിണ്ഡമുള്ള നക്ഷത്രങ്ങളിൽ അവ ഒരു വലിയ സൂപ്പർനോവ സ്ഫോടനത്തിൽ അവസാനിക്കുന്നു. ഭാരമേറിയ മൂലകങ്ങൾ ബഹിരാകാശത്തേക്ക് വ്യാപിക്കുന്നു. ശേഷിക്കുന്ന കാമ്പ് സൂര്യന്റെ ഭാരത്തിന്റെ 3 മടങ്ങ് ആണെങ്കിൽ അത് ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുന്നു. നക്ഷത്രത്തിന്റെ പിണ്ഡത്തിന്റെ 3 മടങ്ങിൽ കൂടുതലാണെങ്കിൽ അത് ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നു. ഇതിലെ ഗുരുത്വാകർഷണം വളരെ ശക്തമാണ്, പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. നക്ഷത്രങ്ങൾ മരിക്കുന്നുണ്ടെങ്കിലും അവയുടെ സ്ഫോടനങ്ങൾ പുതിയ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ജീവൻ പോലും സൃഷ്ടിക്കുന്ന മൂലകങ്ങളെ വ്യാപിപ്പിക്കുന്നു. അതിനാൽ ഒരു നക്ഷത്രത്തിന്റെ മരണം പലപ്പോഴും മറ്റൊന്നിന്റെ ജനനത്തിലേക്ക് നയിക്കുന്നു.